2 ഘാതം 6 ഇൻറ്റു 3 ഘാതം 3 ഇൻറ്റു 5 ഘാതം 4, 2 ഘാതം 4 ഇൻറ്റു 3 ഘാതം 4 ഇൻറ്റു 5 ഘാതം 5, 2 ഘാതം 3 ഇൻറ്റു 3 ഘാതം 5 ഇൻറ്റു 11 ഘാതം 2 എന്നിവയുടെ LCMഉം HCFും കാണുക. നമുക്ക് ആദ്യം LCM കാണാം. LCM കാണാൻ ഇതിലത്തെ എല്ലാ സംഖ്യകളും എടുക്കണം. ആദ്യം 2 എന്ന സംഖ്യ എടുക്കുക. ഈ 2 പാദസംഖ്യ 2 എല്ലാത്തിലും ഉണ്ട്. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ കൃതികൾ നോക്കുക. ഇവിടെ കൃതി 6, ഇവിടെ കൃതി 4, ഇവിടെ കൃതി 3. ഇതിൽ വലിയ കൃതി എടുക്കുക. 6, 4, 3. വലിയ കൃതി 6 ആണ്. 2 ഘാതം 6 എന്ന് എഴുതുക. ഇൻറ്റു അടുത്തത് 3 എന്ന സംഖ്യ എടുക്കുക. ഇത് 3 എല്ലാത്തിലും ഉണ്ട്. 3 കൃതികൾ നോക്കുക. ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5. വലിയ കൃതി ഏതാണ്? 5. അപ്പോൾ 3 ഘാതം 5 ഇൻറ്റു അടുത്ത 5 എല്ലാത്തിലും 5. ഇതിൽ രണ്ടിലും 5 ഉണ്ട്. എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ 5 എന്ന് എഴുതുക. അടുത്തത് 5. അതിൽ ഇവിടെ കൃതി എത്ര? 4. ഇവിടെ കൃതി എത്ര? 5. ഇതിൽ ഏതാ വലുത്? 5 ആണ്. അപ്പോൾ 5 ഘാതം 5 കഴിഞ്ഞില്ല. ഇപ്പം നമ്മൾ 2, 3, 5 എഴുതി. ഇനി ഇവിടെ 11 കാണുന്നുണ്ട്. അതും എഴുതണം. 11 അത് വേറെ ഏതിലും ഇല്ല. അതുകൊണ്ട് ആ കൃതി എഴുതുക. 11 ഘാതം 2. നമുക്ക് LCM കിട്ടി. 2 ഘാതം 6 ഇൻറ്റു 3 ഘാതം 5 ഇൻറ്റു 5 ഘാതം 5 ഇൻറ്റു 11 ഘാതം 2. LCM കാണുമ്പോൾ നമ്മൾ എല്ലാം അതും എടുത്തു. എന്നിട്ട് പൊതുവായുള്ളതിൽ കൃതി വലുതെടുത്തു. അതാണ് LCM. ഇനി HCF എങ്ങനെയാണ്? എല്ലാത്തിലും ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 11 എടുത്തു. 11 ഇതിലില്ലെങ്കിലും നമ്മളിവിടെ എടുത്തു. പക്ഷേ HCF കാണുമ്പോൾ 3ലും വരുന്നത് എടുക്കാൻ പാടുള്ളൂ. 2 എല്ലാത്തിലും ഉണ്ട്. കൃതി 6, 4, 3. അതിൽ ചെറിയ കൃതി എടുക്കുക. ഇവിടെ വലിയ കൃതി എടുത്ത് ഇതിൽ ചെറിയ കൃതി എടുക്കുക. 6, 4, 3. അപ്പോൾ 2 ഘാതം 3 ഇൻറ്റു അടുത്ത 3 എല്ലാത്തിലും ഉണ്ടോ നോക്കുക. എല്ലാത്തിലും 3 ഉണ്ട്. കൃതി ഇവിടെ 3, ഇവിടെ കൃതി 4, ഇവിടെ കൃതി 5. ചെറിയ കൃതി 3 ഘാതം 3. ഇനി 5 ഇതിൽ രണ്ടിലും ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ല. അതെടുക്കരുത്. പിന്നെ 11 ഇതിൽ മാത്രമേ ഉള്ളൂ. അതെടുക്കരുത്. അപ്പോൾ 3ലും വരുന്നത് എടുക്കണം. അപ്പോൾ HCF ഉത്തരം 2³ ഇൻറ്റു 3³